ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ സ്റ്റോറി വെളിപ്പെടുത്തുന്നു എന്നെനിക്കറിയില്ല. അത്ര കഴിഞ്ഞ് വന്നൊരു പ്രതീതിയുണ്ട്. ആ കഥയ്ക്ക് ആ കഥയുടെ കൂടെ ഞങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. പ്രമോദ് മാമനൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ടോട്ടൽ നല്ല മൂവി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിഷ്യേറ്റീവ് ബൈ ദ കേരള ഗവൺമെൻറ് നവാഗത സംവിധായകർക്ക് ഇങ്ങനെ ഒരു ചാൻസ് കൊടുക്കാനും ആ സിനിമയിലൂടെ യാത്ര ചെയ്തിട്ട് നമ്മളിപ്പോൾ പുറത്തിറങ്ങിയതാണ്. അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ് അവാർഡ് പ്രതീക്ഷിക്കാന്നുള്ള രീതിയിലുള്ള പെർഫോമൻസാണ്. കുഴപ്പമില്ല, ടീം നല്ല ടീമായിരുന്നു. ചെറിയ മൂവിയാണെങ്കിൽ നല്ലോണം എല്ലാവരും നല്ലോണം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പ്രമോദേട്ടനായാലും നല്ലോണം ചെയ്തിട്ടുണ്ട്. ഇല്ല, ഫസ്റ്റ് ഷോ കുറച്ച് പകുതി സീറ്റ് ഫില്ലായിട്ടുള്ളൂ. അടുത്ത ഷോ കൂടെ അറിയാൻ വയ്യ. പടം കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. കഥ കൊള്ളാം, പിന്നെ ഡയറക്ഷനും കൊള്ളാം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൊള്ളാം. രസമുണ്ട് പടം. സൂപ്പർ പടം കേട്ടോ. നല്ല ഒരു ചെറിയ കുഞ്ഞു കഥയാണ്. ആ കഥ നന്നായി ചെയ്തിട്ടുണ്ട്. ഒരു യാത്ര കഴിഞ്ഞ് വന്നത് ഞങ്ങളൊരു യാത്ര കഴിഞ്ഞ് വന്നൊരു പ്രതീതിയുണ്ട്. ആ കഥയ്ക്ക് ആ കഥയുടെ കൂടെ ഞങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. വളരെ ചെറിയ പടം, വളരെ ആർട്ടിസ്റ്റൊന്നും ഇല്ലാത്ത വളരെ ചെറിയ പടം, പക്ഷേ നന്നായിട്ട് ഡയറക്ടറുണ്ട്. നല്ല സൂപ്പർ സ്ക്രിപ്റ്റ്. ഇനി നിങ്ങളെപ്പോലെയാണ് ഈ പടം വിജയിപ്പിക്കേണ്ടത്. നല്ല സൂപ്പർ സ്ക്രിപ്റ്റും അരുൺ മോഹൻ്റെ ഡയറക്ടർ ഒരു ഭാവിയുള്ള മലയാള സിനിമയിൽ ഒരു ഭാവിയുള്ള ഒരാളാണ്. ഒരു മാറ്റവും ഇല്ല. വളരെ സാമ്പത്തികം കുറഞ്ഞ വളരെ അഡ്ജസ്റ്റ് ചെയ്തൊരു പടമാണിത്. സൂപ്പർ. ഇല്ല, വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ആ സിനിമയിലൂടെ യാത്ര ചെയ്തിട്ട് നമ്മളിപ്പോൾ പുറത്തിറങ്ങിയതാണ്. നല്ലൊരു സിനിമ. ഡയറക്ഷൻ കാരണം ആർട്ടിസ്റ്റുകൾ അധികം ആരില്ല. നമ്മളെ ആ ചേട്ടൻ പ്രമോദ് ചേട്ടൻ്റെ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പുതിയ ആൾക്കാരാണ്. പക്ഷേ ആ ഡയറക്ഷൻ്റെ ഒരു മികവും ആക്ടർ വല്ലാതെ അഭിനയിച്ചു ആ ചേട്ടൻ പ്രമോദ് ചേട്ടൻ. സ്ക്രിപ്റ്റും ആക്ടിങ് ഭയങ്കരം, ഒരു രക്ഷയില്ല. നല്ല സിനിമ. സിനിമ നന്നായിരുന്നു. ഒരു ചെറിയ സിനിമ എന്നുള്ള നിലയിൽ നല്ലൊരു അഭിപ്രായം രൂപീകരിക്കുന്ന ഒരു സിനിമയാണ്. ഒന്ന് നല്ലൊരു കുറ്റാന്വേഷണ രീതിയിൽ പറഞ്ഞു പോകുന്ന കഥയാണ്. അതിനോടൊപ്പം നമ്മളുടെ സമൂഹത്തിൽ കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു വിഷയത്തെ, ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ വളരെ നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞു. അഭിനയം എല്ലാവരും മെയിനായിട്ട് അഭിനയിച്ച എല്ലാവരും നല്ല മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. നല്ല സിനിമ, നല്ല മൂവിയായിരുന്നു. ഡയറക്ഷൻ ആയാലും സ്ക്രിപ്റ്റ് ആയാലും ആക്ടിങ് ആയാലും എല്ലാം നല്ല മൂവിയായിരുന്നു. പ്രമോദ് മാമനൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ടോട്ടൽ നല്ല മൂവി, എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പറായിരുന്നു. നല്ല പടം. കഥ നല്ല കഥയും നല്ല അതൊക്കെ ഒരു കണ്ണീരും വന്നുപോയി. എനിക്ക് അഭിനയത്തിൻ്റെ കണ്ടവരെല്ലാം കണ്ണീരോടെ പോയിട്ടുള്ളത്. നല്ല പടം. സൂപ്പർ. ഇഷ്ടപ്പെട്ടു. കൊള്ളാം, കാണാൻ കൊള്ളാം. അഭിനയം നല്ല അഭിനയം. കണ്ടിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഫ്ലോ ഉണ്ട് സിനിമയിൽ. നമുക്ക് ശകലം പോലും ബോറടി തോന്നില്ല. ഒരു നവാഗത സംവിധായകൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു അരുൺ നല്ലൊരു ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ നടനായിട്ടുള്ള നമ്മുടെ പ്രമോദ്, അതിൻ്റെ അഭിനയം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പല തലങ്ങളിലുള്ളതാണ്. ഞാൻ സ്റ്റോറി വെളിപ്പെടുത്തുന്നു എന്നെനിക്കറിയില്ല, എന്നാലും പല തലത്തിലുള്ള അഭിനയം നല്ല മികച്ചതായിട്ട് ആണ് എനിക്ക് തോന്നിയത്. ഈച്ച് ആൻഡ് എവറി ആക്ടർ നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അടിപൊളി. എന്നുവെച്ചാൽ അതിൻ്റെ പ്രത്യേകത തുടക്കം മുതൽ അവസാനം വരെ അതിൻ്റെ ഫ്ലോ ആണ്. എങ്ങും ഒരു ബോറിംഗ് ഇല്ലാതെ ലാസ്റ്റിൽ വരെ നിന്നു. എങ്ങും ഒരു ലാഗില്ലായിരുന്നു. ഈ പ്രമേയം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ നാട്ടിൽ അടിച്ചമർത്തപ്പെട്ടവരുടെ സ്റ്റോറി ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു നവാഗത സംവിധായകൻ എന്ന നിലയിൽ അരുൺ ജെ മോഹൻ്റെ പ്രകടനം വളരെ ഗംഭീരമായിട്ടിരിക്കുന്നുണ്ട്. അതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർഹിക്കുന്നു. അതുപോലെ തന്നെ ഇതിനകത്തെ നായക നടൻ, അദ്ദേഹത്തിന് ഒരു സ്റ്റേറ്റ് അവാർഡ് പ്രതീക്ഷിക്കാന്നുള്ള രീതിയിലുള്ള പെർഫോമൻസാണ്. അടിപൊളി സിനിമയാണ്. നല്ല ഫീലാണ്. തുടക്കം മുതൽ അവസാനം വരെ അടിപൊളി ഫീലാണ്. നല്ല തിരക്കഥയാണ്. അതിലെ മെയിൻ നടൻ പ്രമോദ് ചേട്ടൻ്റെ അദ്ദേഹത്തിൻ്റെ അഭിനയം, എക്സ്പ്രഷൻസൊക്കെ നോക്കുകയാണെങ്കിൽ ഗംഭീരം. പൊളി സിനിമ. വേറൊന്നും പറയാനില്ല. നല്ലൊരു സിനിമയായിരുന്നു കേട്ടോ. ഇറ്റ്സ് എ ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് ബൈ ദ കേരള ഗവൺമെൻറ് നവാഗത സംവിധായകർക്ക് ഇങ്ങനെ ഒരു ചാൻസ് കൊടുക്കാനും. ആൻഡ് ഫിലിം കണ്ട ശേഷം ഇറ്റ് ഡസൻറ്റ് ഫീൽ ലൈക്ക് ഒരു ഡെബ്യൂ പ്രോജക്റ്റ് ആണെന്ന് മനസ്സിലാവില്ല. ആൻഡ് അഭിനയം വാസ് മെയിൻ പ്രോട്ടഗനിസ്റ്റ് ഒരു മിസ്റ്റർ പ്രമോദിൻ്റെ ഹിസ് ആക്ടിങ് വാസ് ഫിനോമിനൽ ആൻഡ് മൂവി ഓവറോൾ വാസ് വെരി ഗ്രേറ്റ്. ഇങ്ങനെ നല്ല ചാൻസസ് ഇനിയും ഉണ്ടാകട്ടെ എന്നും ഐ വിഷ് ദ ഡാറ്റ് ഓൾ ദി ബെസ്റ്റ്. നല്ല സിനിമയായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ശരിക്കും ടച്ച് ചെയ്യുന്നതായിരുന്നു സെക്കൻഡ് ഹാഫൊക്കെ. പുള്ളിയുടെ അഭിനയം ഒരുപാട് നല്ല രസമായിരുന്നു. നമുക്ക് വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു അഭിനയ രീതിയായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ.